ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ചത്തെ വീക്ക്ലി അപ്ഡേറ്റ്സിലെടുത്ത് നമുക്ക് കടക്കാം. ഈ ആഴ്ച എല്ലാ ദിവസവും നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,383 66 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് 57,264 ക്ലോസ് ചെയ്തപ്പോൾ 117 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ് 62,915 ക്ലോസ് ചെയ്തപ്പോൾ 273 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ് 19,339 ക്ലോസ് ചെയ്തപ്പോൾ 85 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി. ആൻഡ് സെൻസെക്സ് 78,094 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 166 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണെന്ന് കാണാൻ സാധിച്ചത്. ഇന്നത്തെ ഈ ആഴ്ച സമ്മറി ഡീറ്റെയിൽസ് കിടക്കാം. ഈ ആഴ്ച സമ്മറി ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസിംഗ് മുതൽ ഈ വെള്ളിയാഴ്ച ക്ലോസിംഗ് വരെയുള്ള ഡീറ്റെയിൽസാണ് സമ്മറിയായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിഫ്റ്റി 50 ഈ ആഴ്ച ആകെ 616 പോയിൻറ്റിൻ്റെ ഉയർച്ച ഉണ്ടാക്കി 2.59% റാലി നടത്തി. നിഫ്റ്റി ബാങ്ക് 571 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി 1.01% റാലി നടത്തി. നിഫ്റ്റി മിഡ് ക്യാപ് 1,292 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി 2.10% റാലി നടത്തി. നിഫ്റ്റി സ്മോൾ ക്യാപ് 464 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി 2.46% റാലി നടത്തി. സെൻസെക്സ് 2,034 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി 2.68%ൻ്റെ റാലിയാണ് കാണാൻ സാധിച്ചത്. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 23,995 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 23,985 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 24,250 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 24,317 ക്ലോസ് ചെയ്തു. ആൻഡ് ടുഡേ ഫ്രൈഡേ 24,383 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച നിഫ്റ്റിയുടെ ഭാഗത്തു നിന്ന് ആകെ 616 പോയിൻറ്റിൻ്റെ ഉയർച്ചയുണ്ടായി 2.59% റാലി നടത്തി. നിഫ്റ്റി 50 ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 24,383 നിൽക്കുമ്പോൾ 6.68% ലോസാണ് ഈ വർഷം നിഫ്റ്റി 50 നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 കഴിഞ്ഞ 12 മാസം മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 31 ജൂലൈയിൽ 24,760 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,383 നിൽക്കുമ്പോൾ 1.55% ലോസാണ് കഴിഞ്ഞ 12 മാസമായിട്ട് നിഫ്റ്റി 50 കാണാൻ സാധിക്കുന്നത്. സെക്ടർ വൈസ് വീക്ക്ലി സമ്മറി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി എനർജി ഒഴികെ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഈ ആഴ്ച സമ്മറി വൈസ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസിംഗ് മുതൽ ഈ ഫ്രൈഡേ ക്ലോസിംഗ് വരെയുള്ള ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ 1,526 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി 5.61% റാലി നടത്തി. നിഫ്റ്റി എനർജി 92 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 0.24% ഫോളോ കണ്ടു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 684 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി 2.64% റാലി നടത്തി. നിഫ്റ്റി FMCG 67 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി 0.14% റാലി നടത്തി. നിഫ്റ്റി ഹെൽത്ത് കെയർ 519 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി 3.20% റാലി നടത്തി. നിഫ്റ്റി ഇൻഫ്ര 168 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി 1.82% റാലി നടത്തി. നിഫ്റ്റി IT 1,941 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച കാണാൻ സാധിച്ചു 6.75% റാലി നടത്തി. നിഫ്റ്റി മീഡിയ 91 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി 5.97% റാലി നടത്തി. നിഫ്റ്റി മെറ്റൽ 317 പോയിൻറ്റ്സ് ഉയർന്ന് 2.56% റാലി നടത്തി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 170 പോയിൻറ്റ്സ് ഉയർന്ന് 1.54% റാലി നടത്തി. നിഫ്റ്റി ഫാർമ 986 പോയിൻറ്റ്സ് ഉയർന്ന് 3.86% റാലി നടത്തി. നിഫ്റ്റി PSU ബാങ്ക് 21 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി 0.26% റാലി നടത്തി. നിഫ്റ്റി റിയാലിറ്റി 19 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് കാണാൻ സാധിച്ചത് 2.23% റാലി നടത്തി. ഈ ആഴ്ചത്തെ DII FII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച DII തേഴ്സ്ഡേ മാത്രം നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു, ബാക്കി എല്ലാ ദിവസവും നെറ്റ് ബയേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ FIIയും മൺഡേ മാത്രം നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു, ബാക്കി എല്ലാ ദിവസവും പതിനും വിപരീതമായി നെറ്റ് ബയേഴ്സ് ആയിരുന്നു. DIയുടെ ഭാഗത്തുനിന്ന് ഈ ആഴ്ച ആകെ 5,387 കോടിയുടെ നെറ്റ് ബൈയിങ് ആയിരുന്നു നടന്നത്. FIയുടെ ഭാഗത്തുനിന്ന് ഈ ആഴ്ച 5,949 കോടിയുടെ
നെറ്റ് ബൈയിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതാണ് പ്രധാനമായിട്ടുള്ള വീക്ക്ലി അപ്ഡേറ്റ്സ്. അടുത്ത വീക്ക്ലി അപ്ഡേറ്റ്സുമായി അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.